Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nastahdihi wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fahuwal muhtadi wa man yudlil falan tajida lahu waliyyan murshida. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna nabiyyana Muhammadan abduhu wa rasuluhu أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم. സഹോദര സഹോദരികളെ, തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ കേരളത്തിലെ വളരെ സജീവമായ ചർച്ചകളിലൊന്ന് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം എന്ന ഒരു സഹോദരൻ്റെ മോചനത്തിന് വേണ്ടി 34 കോടി രൂപ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തെക്കുറിച്ചാണ്. ബഹുഭൂരിഭാഗം വലിയൊരു സംഖ്യ ശേഖരിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സംഖ്യയാണ് ശേഖരിക്കേണ്ടത്. ഏതാനും ദിവസങ്ങളാണ് അവശേഷിക്കുന്നത്. അതിൽ ധാരാളം ആളുകൾ ജാതി മതഭേദമന്യേ അതിനുവേണ്ടി ഇറങ്ങുകയും ആ സംഖ്യ ശേഖരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 24-ലെ ശ്രീകണ്ഠൻ നായർ, ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം അതിനുവേണ്ടി രംഗത്തിറങ്ങി വലിയ തോതിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. വളരെ നല്ലത്. ഒരു മനുഷ്യൻ്റെ ജീവൻ എത്ര കോടിയേക്കാളും വില മതിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു നീക്കം തീർച്ചയായും നമുക്കേറെ പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ്. ഞാനിന്ന് ആലോചിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കുറ്റവും അത് സംബന്ധമായ ശിക്ഷയും സംബന്ധിച്ചുള്ള ഒരു വിചാരമാണ്. ഇദ്ദേഹം അവിടെ ഒരു ജോലിക്കാരനായി പോയി അവിടെയുള്ള ഒരു ഡിസേബിൾഡായിട്ടുള്ള ഒരു കുട്ടിയെ, ഫിസിക്കലി മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയെ പരിചരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിശ്ചയിക്കപ്പെട്ടു. ആ കുട്ടി കൃത്രിമമായി ശ്വാസോച്ഛ്വാസത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ യാത്രാമധ്യേ ആ കുട്ടി ശ്വസിക്കുന്ന വയറിൽ ഇദ്ദേഹത്തിൻ്റെ കൈ തട്ടിപ്പോവുകയും ശ്വാസം നിലച്ച് മരണപ്പെടുകയും ചെയ്തു എന്നാണ് കേസ്. അതിൻ്റെ പേരിലാണ് ഇദ്ദേഹം ജയിലിലകപ്പെട്ടത്. പതിറ്റാണ്ടായി ജയിലിലാണ്. ഇപ്പോൾ അദ്ദേഹത്തെ വധശിക്ഷക്ക് വിധേയനാക്കാൻ പോകുന്നു. ആ കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടത് 34 ഇന്ത്യൻ കോടിയാണ്, 34 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ എന്താണ് ഈ സംഗതി, ഇതിൻ്റെ പിന്നിലുള്ള കാര്യമെന്ന് ആലോചിക്കേണ്ടത് അനിവാര്യമാണ്. ഏതൊരു നാട്ടിനും ആ നാട്ടിലെ കുറ്റവും ശിക്ഷയും സംബന്ധമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ആദരണീയമാണ്, പാലിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായും ഒരു രാജ്യത്തിൻ്റെ നിയമം എന്ന നിലക്ക് അത് ചോദ്യം ചെയ്യപ്പെടാത്തതുമാണ്. ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ വിഷയം അതല്ല. ഇവിടെ ഇസ്ലാമിക ശരീഅത്താണ് വിഷയം. ഇത് ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്നാണ് പറയുന്നത്. ഏത് ശരീഅത്ത്, എന്ത് ശരീഅത്ത് എന്നുള്ളതാണ് നാം ചർച്ച ചെയ്യേണ്ടത്. ഒരു കുഞ്ഞ് മരിക്കുന്നു, ഒരാൾ മരിക്കുന്നു. ആ മരിക്കുന്നത് ഒരാൾ കൊന്നിട്ടാണ്. ഇതിന് ഇസ്ലാമിൽ പ്രതിക്രിയ ഉണ്ട്, ഖിസാസുണ്ട്. വിശുദ്ധ ഖുർആൻ അതിനെ ഖിസാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, സൂറ അൽ ബഖറയിൽ 178-ാമത്തെ വചനത്തിൽ പറയുന്നു, വിശ്വാസികളെ നിങ്ങൾക്ക് ഖിസാസ് നിയമമാക്കിയിരിക്കുന്നു, പ്രതിക്രിയ. കൊലപാതകത്തിൻ്റെ വിഷയത്തിൽ പ്രതിക്രിയ നിയമമാക്കിയിരിക്കുന്നു. എന്തിനാണത്? അത് ഖുർആൻ പറയുന്നു, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബി. ബുദ്ധിയുള്ളവരെ, നിങ്ങൾക്ക് ആലോചിച്ചാലറിയാം, പ്രതിക്രിയാ നിയമത്തിൽ യഥാർത്ഥത്തിൽ മനുഷ്യർ സ്വസ്ഥമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വസ്ഥമായൊരു ജീവിതത്തിന് വേണ്ടി നടപ്പിലാക്കിയതാണ് പ്രതിക്രിയാ നിയമം. അഥവാ കൊലപാതകത്തിന് വധശിക്ഷയാണ് നിയമം.
ഏറ്റവും ആത്യന്തികമായി വധശിക്ഷയാണ് കൊലപാതകത്തിനുള്ള നിയമം. ഏത് കൊലപാതകത്തിന്? നിസ്സംശയം എല്ലാ നിയമവ്യവസ്ഥകളും പറയുന്നത് ബോധപൂർവം കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊന്നാൽ അത് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇപ്പോൾ വധശിക്ഷ എടുക്കപ്പെട്ടു പോയ ഒരു രാജ്യങ്ങളുണ്ട്. ധാരാളം രാജ്യങ്ങളിൽ വധശിക്ഷ ഇന്ന് പിൻവലിക്കപ്പെട്ടിരിക്കുന്നു. വധശിക്ഷ വേണ്ടതില്ല എന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. വധശിക്ഷയുള്ള നാടുകളിൽ പരമാവധി ശിക്ഷ എന്നുള്ള നിലക്ക്, ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്നാണ് അതിന് പറയുന്നത്, പരമാവധി ശിക്ഷ എന്നുള്ള നിലക്ക് ബോധപൂർവം കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരാളെ കൊന്നാൽ, അങ്ങനെ മരണം സംഭവിച്ചാൽ അയാൾക്ക് വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. ഇക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവിടെ ഇസ്ലാം ഒരു ഇളവ് നൽകുന്നുണ്ട്. ഇളവ് അങ്ങനെ ബോധപൂർവം കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരാളെ കൊല്ലുകയും അങ്ങനെ മരിക്കുകയും ചെയ്താൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് 3 ഓപ്ഷനുണ്ട്. ഒന്ന്, ഇയാളെ കോടതിയുടെ തീരുമാനമനുസരിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കാം, വിട്ടുകൊടുക്കാം. പിന്നെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. 2, അയാൾക്ക് നിരുപാധികം മാപ്പ് കൊടുക്കാം, അയാളെ ശിക്ഷിക്കേണ്ടതില്ല എന്ന് ഈ കുടുംബത്തിന് പറയാം. അങ്ങനെ കോടതിക്ക് ആ മാപ്പ് കണക്കിലെടുത്തുകൊണ്ടുള്ള നിയമ നടപടികളിലേക്ക് പ്രവേശിക്കാം. 3-മത്തേത്, ഈ കുടുംബത്തിന് ബ്ലഡ് മണി ആവശ്യപ്പെടാം, ദിയ ആവശ്യപ്പെടാം. ബ്ലഡ് മണി ആവശ്യപ്പെട്ട് ആ ബ്ലഡ് മണി കൊടുക്കാൻ ഇയാൾ തയ്യാറായാൽ അയാൾക്ക് മോചനം അനുവദിക്കാം കോടതിക്ക്. ഈ 3 ഓപ്ഷൻ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിനുണ്ട്. ഇത് മറ്റേതെങ്കിലും ഒരു നിയമവ്യവസ്ഥ ഈ രീതിയിൽ പറയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പൗരനെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ പിന്നീട് ആ പൗരന് നീതി കൊടുക്കുക എന്നുള്ളത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വമാകുന്നു. അതിൽ കുടുംബത്തിന് ആ അന്വേഷണത്തെയും കോടതി വ്യവഹാരങ്ങളെയും ഊർജിതപ്പെടുത്തുന്നതിനും അതിന് കൂടുതൽ തെളിവ് കൊടുക്കുന്നതിനും കുടുംബത്തിന് സഹായിക്കാമെന്നല്ലാതെ ഇയാളെ വെറുതെ വിടണമെന്ന് പറയാനോ അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് ബ്ലഡ് മണി വാങ്ങിത്തരണമെന്ന് പറയാനോ ഉള്ള ഓപ്ഷൻ മറ്റേതെങ്കിലും ഒരു നിയമവ്യവസ്ഥ കൊടുക്കുന്നതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാകാം, എനിക്കറിയില്ല. ഇസ്ലാം പക്ഷേ അങ്ങനെ കൊടുക്കുന്നു. ഈ കുടുംബത്തിന് ഈ 3 ഓപ്ഷനുകളുണ്ട്. പക്ഷേ ഈ 3 ഓപ്ഷൻ ലിമിറ്റ്ലെസ് ആണോ, അൺകണ്ടീഷണലാണോ എന്ന് ചോദിച്ചാൽ അല്ല. അത് അൺകണ്ടീഷണലല്ല, കണ്ടീഷണലാണ്. വായിൽ തോന്നുന്നത് ബ്ലഡ് മണിയായിട്ട് ചോദിക്കാൻ പറ്റുമോ? ഇപ്പോൾ 34 കോടി രൂപ ഇന്ത്യൻ രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 34 കോടി രൂപ ആവശ്യപ്പെടുമ്പോൾ എന്താണ് ഈ ബ്ലഡ് മണിയുടെ മാനദണ്ഡമായി പരിഗണിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അപകടത്തിൽ ഒരാൾ മരിച്ചാൽ കോടതി വിധിക്കുന്നത് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ, ഇനി ജീവിച്ചിരിക്കുകയാണെങ്കിൽ അയാൾ ചെയ്യുന്ന ജോലി, അതിന് അയാൾക്ക് ഉണ്ടാകാവുന്ന വരുമാനം, അയാൾ ഇതുവരെ സമ്പാദിച്ചതിൻ്റെ ഒരു ശരാശരി, അയാളുടെ സമൂഹത്തിലെ പൊസിഷൻ, അയാളുടെ ആരോഗ്യം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നഷ്ടപരിഹാരം നിശ്ചയിക്കുക. ഇത് സാമാന്യമായ യുക്തിയും നീതിയുമാണ്. ഇത് നീതിയുടെ തേട്ടമാണ്. ഇത് ജനിച്ചത് മുതലേ മെൻ്റലി ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടി, ചലനം പോലും അസാധ്യമായ, ശ്വാസം എടുക്കാൻ പോലും കഴിയാത്ത ഒരു കുട്ടി, തീർച്ചയായും ജീവൻ വിലപ്പെട്ടത് തന്നെ. അങ്ങനെയുള്ളൊരു കുട്ടി അബദ്ധത്തിൽ മരണപ്പെടുന്നു എങ്കിലും ചോദിക്കാവുന്ന ബ്ലഡ് മണിക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടതില്ലേ? സ്വന്തമായി വരുമാനമില്ലാത്ത ഒരു മനുഷ്യനിൽ നിന്ന് 34 കോടി രൂപ കിട്ടണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ച് കൊടുക്കുന്ന കോടതിയും ഇത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ നീതിയാണ്, ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധിയാണ് എന്ന് പറയുന്ന മുല്ലമാരും സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഇത് യഥാർത്ഥത്തിൽ കൊള്ളയാണ്. കൊള്ള എന്ന് പറഞ്ഞാൽ ശുദ്ധമായ കൊള്ള. ഒരുപക്ഷെ കേരളത്തിലെ നല്ല മനുഷ്യർ ഈ 34 കോടി രൂപ ഉണ്ടാക്കി കൊടുത്തു എന്ന് വരും, കൊടുത്തേക്കാം, അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ കൊടുത്താൽ തീർച്ചയായും ആ കുടുംബം വാങ്ങുന്നത്, ആ കുടുംബത്തിന് വാങ്ങിക്കൊടുക്കുന്നത് കൊള്ള സംഖ്യയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തർത്ഥത്തിലാണ്, എന്തടിസ്ഥാനത്തിലാണ് ശരീഅത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു നിയമം, ഇങ്ങനെ ഒരു വാദമുണ്ടാകുന്നത്? നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞു വെച്ചിട്ടുള്ള ചില സംഗതികളുണ്ട്. അതെന്താണ്? ഇബ്നു ഖുദാമ അദ്ദേഹത്തിൻ്റെ മുഗ്നിയിൽ എഴുതി വെക്കുന്നു, വയഖ്ബലു ദിയ വഹിയ മിഅത്തുൻ മിനൽ നിബിൽ, പരമാവധി ഒരാൾക്ക് വാങ്ങാവുന്ന ബ്ലഡ് മണിയുടെ തോത് 100 ഒട്ടകത്തിൻ്റെ കാശാണ്. 100 ഒട്ടകത്തിന് എന്ത് വില കിട്ടുമോ അത്രയും സംഖ്യയാണ് പരമാവധി വാങ്ങാവുന്ന ബ്ലഡ് മണി എന്ന് ഇബ്നു ഖുദാമ തൻ്റെ മുഗ്നിയിൽ എഴുതി വച്ചിരിക്കുന്നു. അതേ ഇബ്നു ഖുദാമ എഴുതിയ മറ്റൊരു വരി, അല ഇന്ന ദിയത്തുൽ ഖതഇ ഷിബ്ഹുൽ അംദി, മനഃപൂർവ്വമല്ലാത്ത കൊലക്ക് ബോധപൂർവമുള്ള കൊലയുടെ പകുതി ബ്ലഡ് മണി മാത്രമേ ആവശ്യപ്പെടാവൂ. എന്ന് വെച്ചാൽ 50 ഒട്ടകത്തിൻ്റെ മാക്സിമം ആണത്. ഇത് കിതാബ് തന്നെ എഴുതി വെച്ചതാണ് ഞാൻ വായിക്കുന്നത്.
50 ഒട്ടകത്തിൻ്റെ, ഇനി ബോധപൂർവമാണെന്ന് വെച്ചാൽ 100 ഒട്ടകത്തിൻ്റെ കാശ് വാങ്ങിയാൽ തന്നെ എത്ര കോടി വരും? അതും ആർക്കാണ്? ബുദ്ധിയുള്ള, ആരോഗ്യമുള്ള, അധ്വാനിക്കാൻ ശേഷിയുള്ള ഒരു ഒത്ത ഒരാൾക്ക് കൊടുക്കേണ്ടുന്ന ബ്ലഡ് മണിയെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് ഇതൊന്നും പാലിക്കാതെ വായിൽ തോന്നിയത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ പേരിൽ ഒരു കുടുംബം പറയുകയും എന്നിട്ട് അത് യാതൊരു മാനദണ്ഡവുമില്ലാതെ കോടതി അംഗീകരിച്ചു കൊടുക്കുകയും എന്നിട്ട് അത് ബ്ലഡ് മണിയാണ്, ഹലാലാണ്, എന്തോ വിശുദ്ധമായ സംഗതിയാണ് എന്ന നിലക്ക് വാങ്ങുകയും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിക ശരീഅത്തുമായി വിദൂര ബന്ധം പോലും ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞിട്ട് ഈ മുല്ലന്മാർ എഴുതി വെച്ച് എന്തൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മുടെ ഫിഖ്ഹു സുന്ന, ഇവിടെ IPH മലയാളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച ഫിഖ്ഹു സുന്ന എന്ന അറബി പുസ്തകത്തിൻ്റെ പരിഭാഷ അത് എഴുതിയിരിക്കുന്നത് സയ്യിദ് സാബിഖാണ്. സയ്യിദ് സാബിഖ് എഴുതിയ ഫിഖ്ഹു സുന്നയിൽ ഖിസാസിനെ കുറിച്ച്, പ്രതിക്രിയയെക്കുറിച്ച് പറഞ്ഞ ഭാഗം നിങ്ങൾ വായിക്കണം. അവിടെ കാണാം, മാതാപിതാക്കൾക്ക് മക്കളെ കൊല്ലാമെന്നല്ല, മാതാപിതാക്കൾ മക്കളെ കൊന്നാൽ ആ മാതാപിതാക്കളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കരുത്. കാരണം മാതാപിതാക്കൾ മക്കളുടെ ഒറിജിനെ, അതിൻ്റെ ശിഖരങ്ങളെ, അതിൻ്റെ ശാഖകളെ ഇല്ലാതാക്കാം. ഇതൊക്കെയാണ് ഈ മുല്ല ശരീരത്തിൽ. സൗദി അറേബ്യയിലെ കോടതികൾ ഇന്നും, ഒരുപക്ഷെ നാളെ ഇത് പരിഷ്കരിക്കപ്പെട്ടേക്കാം, സൗദി അറേബ്യയിലെ കോടതികൾ ഇന്നും പിന്തുടരുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ഹുക്കൂമത്തെ ഇലാഹി എന്നും പിന്നെ അതുപോലെ ഇഖാമത്തുദ്ദീൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരാൻ വേണ്ടി വെടിവെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെയും കൊണ്ടുവരുന്ന ശരീഅത്തിൽ പറയുന്ന സംഗതിയാണ്. ഞാൻ ഒന്നുകൂടി വ്യക്തമായി വാദിച്ചു തരാം. എന്താണത്? ലാ യുഖ്തലുൽ വാലിദുല്ലദീ ഖതല ഇബ്നഹു ഔ ഹഫീദഹു. സ്വന്തം മക്കളെയോ പേരക്കുട്ടികളെയോ ഒരാൾ കൊന്നാൽ അക്കാരണത്താൽ ഈ പിതാവ് കൊല്ലപ്പെടരുത്. ആരാ എഴുതി വെച്ചിരിക്കുന്നത്? ഇബ്നു ഖുദാമ എഴുതി വെച്ചിരിക്കുകയാണ്. ലാ യുഖ്തലുൽ വാലിദു, പിതാവ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടരുത്. എന്ത് കാരണത്താൽ? അല്ലദീ ഖതല ഇബ്നഹു, സ്വന്തം മകനെ കൊന്ന കാരണത്താൽ, ഔ ഹഫീദഹു, അല്ലെങ്കിൽ പേരക്കുട്ടികളെ കൊന്ന കാരണത്താൽ. സവാഉൻ കാന ദാലിക വലദുൽ ബനീൻ ഔ വലദുൽ ബനാത്ത്. ആൺമക്കളുടെ മക്കളാണെങ്കിലും പെൺമക്കളുടെ മക്കളാണെങ്കിലും പേരക്കുട്ടികളെ കൊന്നാൽ ഒരു പിതാവും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടരുത്. പിന്നെയോ വലാകിന്നഹു യദ്ഫഉ ദിയ, ബ്ലഡ് മണി കൊടുക്കാം. ലാ യുഖദു മിൻഹാ ഷൈഅൻ, ആ ബ്ലഡ് മണിയിൽ നിന്ന് യാതൊന്നും കൊടുക്കരുത്. ഇത്രമാത്രം പരിഹാസ്യമായ, അപഹാസ്യമായ ഈ ശരീഅത്ത്, ഇതാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ലോകമറിയണം. നാടായ നാട് മുഴുവൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ മോചനത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ ഇതൊക്കെയും ഇസ്ലാമിക ശരീഅത്തിൻ്റെയും വിശുദ്ധ ഖുർആനിൻ്റെയും തലയിലേക്കാണ് വരുന്നതിൻ്റെ ഭാരം. മനസ്സിലാക്കണം, ഇത് ഇസ്ലാമുമായിട്ടൊരു പുലബന്ധം പോലും ഇല്ല, ഖുർആനുമായിട്ടൊരു ബന്ധമില്ല. മുല്ലമാർ എഴുതി വെച്ച, ഏതോ കാടൻ കാലത്ത് എഴുതി വെച്ച കിതാബുകളിലെ മനുഷ്യത്വമില്ലാത്ത വരികൾ വ്യാഖ്യാനിച്ചിട്ടാണ് ഇക്കണ്ട കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മക്കളെ കൊല്ലാമെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? നേർക്കുന്നതിൻ്റെ അർത്ഥം എന്താ? മക്കളെ കൊന്നാൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കരുത്, പ്രോസിക്യൂഷന് വിധേയരാക്കരുതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? മക്കളെ കൊല്ലാൻ തന്നെ, മക്കളെ കൊല്ലാമെന്ന്, പേരക്കുട്ടികളെ കൊല്ലാമെന്ന്. എന്ത് ശരീഅത്താണിത്? ഇതെന്തോ ഒരു വിശുദ്ധ പശുവെന്ന പോലെയല്ലേ ഇവരൊക്കെ പറഞ്ഞു നടക്കുന്നത്? ശരീഅത്ത് മാറ്റരുത്. ഏത് ശരീഅത്ത്? ഇത് മക്കളെ കൊല്ലാമെന്ന് പറഞ്ഞ ശരീഅത്ത്. ഇതാണ് ഇവരൊക്കെ കൊണ്ടു നടക്കുന്നത്. ഈ ശരീഅത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഹുക്കൂമത്തെ ഇലാഹി ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് മൗദൂദി എഴുതി വെച്ചിരിക്കുന്നു. ഈ ശരീഅത്താണ് ഭരണഘടന എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഈ ശരീഅത്ത് മനുഷ്യർക്ക് പറ്റുമോ? മനുഷ്യത്വമുള്ളതാണോ? കാരുണ്യം എന്നൊക്കെ പ്രസംഗിച്ചാൽ മതിയോ? ഖുർആനുമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത ഇക്കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഇബ്നു ഖുദാമയുടെ മുഗ്നി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും വളരെ വിശുദ്ധമായിട്ട് ഗണിക്കപ്പെടുന്ന, കണക്കാക്കപ്പെടുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. ഇതിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഖുർആനിലെ ഖിസാസ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് സമാധാനമായി ജീവിക്കാൻ ഉതകുന്ന ഒരു നിയമ സംവിധാനത്തിൻ്റെ പേരാണ്. അത് മനുഷ്യത്വ വിരുദ്ധമായ കാടൻ നിയമങ്ങളുള്ളതല്ല, മറിച്ച് അത് മനുഷ്യർക്ക് അവരുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും സുരക്ഷിതത്വം നൽകുന്ന വളരെ കൃത്യമായ ഒരു സുരക്ഷിതത്വ പദ്ധതിയാണ്. അല്ലാതെ ഈ പറയുന്ന രീതിയിലല്ല. ഞാൻ ചോദിക്കുന്നത്, ആ കുടുംബം അങ്ങനെ ചോദിക്കട്ടെ, ആർത്തി പൂണ്ട ഒരു കുടുംബമായിരിക്കാം, അവർ ചോദിക്കട്ടെ. പക്ഷേ ഇവിടെ ഒരു വിവേചനാധികാരം കോടതികൾക്കുണ്ടാകേണ്ടതില്ല. ഇസ്ലാമിക ശരീഅത്തിൻ്റെ പേരിൽ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കാമോ? ഇത് ചർച്ച ചെയ്യണം. ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ മോചനത്തിനോടൊപ്പം ഇത് ചർച്ച ചെയ്യണം. അന്താരാഷ്ട്ര സമൂഹങ്ങൾ ഇതിനെതിരെ ശബ്ദമുയർത്തണം. ഇത്തരത്തിലുള്ള നിയമങ്ങൾക്കെതിരെ ഒരു പാവപ്പെട്ട ഈ ഒരു മനുഷ്യന് വേണ്ടി കേരളത്തിലുള്ള നല്ല മനുഷ്യർ ഇറങ്ങി അദ്ദേഹത്തെ മോചിപ്പിച്ചു. പക്ഷേ ഇതുപോലെ എത്ര നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരുണ്ടാവില്ല ജയിലുകളിൽ, വാഹനാപകടങ്ങളിൽ പെട്ടും അല്ലെങ്കിൽ ഇതുപോലെ അബദ്ധത്തിൽപ്പെട്ടും ഒക്കെ സംഭവിച്ചു പോകുക. അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? എവിടുന്ന് കോടികൾ ഉണ്ടാക്കും? ഇങ്ങനെ തോന്നുന്നതൊക്കെയും ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ബ്ലഡ് മണിയേക്കാൾ കൂടുതൽ ഖുർആൻ പറയുന്നത് വിട്ടുവീഴ്ചയാണ്, പുറത്തു കൊടുക്കാനാണ്. നിങ്ങൾ വിട്ടുകൊടുക്കണം, മാപ്പ് കൊടുക്കണം. ഒരു മനുഷ്യൻ അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി, മാപ്പ് കൊടുക്കണം. അതാണല്ലോ മാപ്പ്, അതാണല്ലോ വിശാലത.
ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ലെങ്കിൽ ചോദിച്ചോളൂ. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ചോദ്യം, ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന് കരുതിയല്ലേ? ഞാനിപ്പോഴും ആശങ്കിക്കുന്നു, ഈ 34 കോടി രൂപയും ഈ പാവങ്ങളൊക്കെയും പിരിച്ചുണ്ടാക്കി കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ കുടുംബം അവിടെ എന്തെങ്കിലും വക്രതകൾ കളിക്കുമോ എന്ന് ഞാൻ ഇപ്പോഴും ആശങ്കിക്കുന്നു. ഏതായാലും ആ മനുഷ്യൻ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന് ആശ്വാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ആ മനുഷ്യനെ ഇത്തരത്തിലുള്ള കുരുക്കിലകപ്പെടുത്തിയ ആ നിയമ സംവിധാനം ഒരു മതത്തിൻ്റെ പേരിൽ, ഞാനിത് സൗദി അറേബ്യയുടെ നിയമമാണെങ്കിൽ ഒരിക്കലും ഞാനിത് ചോദ്യം ചെയ്യില്ല. കാരണം അതൊരു രാഷ്ട്രത്തിന് അങ്ങനെ നിയമം ഉണ്ടാക്കാം. പക്ഷേ ഇത് സൗദി അറേബ്യയുടെ നിയമമല്ല, ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമം എന്നുള്ള നിലക്കാണ് പറയുന്നത്. അപ്പോൾ അത് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ചർച്ച ചെയ്യപ്പെടണം. ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഈ പരിഷ്കൃത ലോകത്തിന്, മനുഷ്യ സമൂഹത്തിന് ഉചിതമാണോ ചേരുന്നതാണോ എന്ന് ഇത് പരിഷ്കരിക്കണ്ടേ? കാലത്തിനനുസൃതമായി, മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കനുസൃതമായി നാം നേടിയ ബുദ്ധിയുടെയും വിവരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇത് പരിഷ്കരിക്കണ്ടേ? ഈ നിയമമായിട്ടാണോ മുന്നോട്ട് പോകേണ്ടത്? ആലോചിച്ച് നോക്കൂ. ഈ ആയത്തെങ്ങനെയാണ്? ഈ ആയത്തിലുണ്ടൊരു പ്രശ്നം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, കുത്തിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, കൊലപാതകത്തിൽ നിങ്ങൾക്ക് പ്രതിക്രിയ നിയമമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ. അവിടെ എന്താ ഇവർ അർത്ഥം കൊടുത്തെന്നറിയോ? സ്വതന്ത്രന് പകരം സ്വതന്ത്രൻ, അടിമയ്ക്ക് പകരം അടിമ, സ്ത്രീക്ക് പകരം സ്ത്രീ കൊല്ലപ്പെടണം, സ്ത്രീക്ക് പകരം സ്ത്രീ കൊല്ലപ്പെടണം, അടിമയ്ക്ക് പകരം അടിമ കൊല്ലപ്പെടണം, സ്വതന്ത്രന് പകരം സ്വതന്ത്രം കൊല്ലപ്പെടണമെന്ന് എഴുതി വച്ചിരിക്കുന്ന അർത്ഥം. അങ്ങനെയാണോ അർത്ഥം? അത് നീതിയാണോ? ഒരടിമയെ ഇപ്പുറത്തൊരാൾ കൊന്നു, യജമാനൻ കൊന്നു, അപ്പോൾ ഈ യജമാൻ്റെ അടിമയെ പിടിച്ച് മറ്റൊരാൾ കൊല്ലണമെന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ഈ ശരീഅത്തിൽ എഴുതി വെച്ച നിയമം. ഒരു സ്വതന്ത്രൻ അപ്പുറത്തെ ഗോത്രത്തിലൊരു അടിമയെ കൊന്നാൽ അവിടുന്ന് ഒരാൾ വന്നിട്ട് ഇവിടുത്തെ ഒരു അടിമയെ കൊല്ലണമെന്ന്. കൊലപാതകയ്ക്ക് ഒരു പ്രശ്നമില്ല, അടിമയെ കൊല്ലണം. ഇതാണ് എഴുതി വച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആയത്തിൻ്റെ അർത്ഥം എന്താ? അൽ ഹുർറു ബിൽ ഹുർരി, സ്വതന്ത്രൻ എന്ന നിലയ്ക്ക് വിചാരണ ചെയ്യപ്പെടണം. വൽ അബ്ദു ബിൽ അബ്ദി, ഒരു അടിമ എന്ന നിലയ്ക്ക് വിചാരണ ചെയ്യപ്പെടണം. വൽ ഉൻസ ബിൽ ഉൻസ, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് വിചാരണ ചെയ്യപ്പെടണം. ഏത് സാഹചര്യത്തിലാണ് ഇയാൾ കൊലപാതകിയായത് അല്ലെങ്കിൽ അവൾ കൊലപാതകിയായത് എന്ന് വിചാരണ ചെയ്യപ്പെടണം. എല്ലാവർക്കും ഒരേ രീതിയിലല്ല വിചാരണ. ഓരോരുത്തരെയും അവരവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച്, അവരവരുടെ സമൂഹത്തിലെ സ്ഥാനമനുസരിച്ച് വിചാരണ ചെയ്യപ്പെടണം. കാരണം ഒരു സ്വതന്ത്രൻ കൊലപാതകിയാകുന്നത് പോലെയല്ല ഒരു അടിമ കൊലപാതകിയാകുന്നത്. അയാൾ പലവിധ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടിട്ടാകും. അതുകൊണ്ട് അയാളെന്ന നിലയ്ക്ക് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞ ആയത്തിനെ അടിമയ്ക്ക് പകരം അടിമ, സ്വതന്ത്രന് പകരം സ്വതന്ത്രൻ എന്ന് ബുദ്ധിശൂന്യമായിട്ട് എഴുതി വെച്ചു, വിവരക്കേട് എഴുതി വെച്ചു. ഈ രീതിയിൽ മനുഷ്യത്വ വിരുദ്ധമായി ശരീഅത്തിൽ ഖിസാസ് എഴുതി വെച്ച് ആ ഖിസാസിൻ്റെ ദുരന്തമാണ് ഈ പാവപ്പെട്ടവൻ ഇപ്പോഴും പേറിക്കൊണ്ടിരിക്കുന്നത് സൗദി ജയിലിൽ. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ശരീഅത്ത് എന്ന പേരിൽ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മുല്ല നിയമങ്ങളുടെ ഭാരമനുഭവിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നു പല ജയിലുകളിലും. ഇത് ചർച്ച ചെയ്യണം. സമൂഹം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യണം. മതം എന്ന് പറയുന്നത് മനുഷ്യന് സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെങ്കിൽ തീർച്ചയായും അതിനനുസൃതമായി നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടണം. ഖുർആൻ സൂചനകളാണ് നൽകിയിട്ടുള്ളത്. ആ സൂചനകൾക്കനുസരിച്ച് പരിഷ്കരിക്കപ്പെടണം. അല്ലാതെ കാടൻ നിയമങ്ങൾ, പഴയ ഗോത്രകാല നിയമങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ നടപ്പിലാക്കിയിട്ട് അത് മനുഷ്യരെ പീഡിപ്പിക്കുകയല്ല വേണ്ടത്. മനുഷ്യരെ രക്ഷിക്കാനാണ്, മനുഷ്യർക്ക് സമാധാനവും സന്തോഷവും നൽകാനാണ് മതങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കിയത് എന്ന പ്രാഥമിക ബോധമെങ്കിലും നമ്മുടെ മുല്ലന്മാർക്കും നേതാക്കൾക്കും ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈൻ മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുസ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈനി സാഹിബിൽ ഹറമൈനി വബിനി ദബ്ബിഹൈൻ സയ്യിദിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും നീതി ന്യായ വ്യവസ്ഥകളുണ്ട്, നിയമവ്യവസ്ഥകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ആ നിയമങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നത് മനുഷ്യൻ്റെ ജീവൻ വിലപ്പെട്ടതാണ്, അത് ആദരണീയമാണ് എന്ന ചിന്തയാണ്. തീർച്ചയായും വിശുദ്ധ ഖുർആൻ അത് അങ്ങനെ തന്നെ പറയുന്നു.
അള്ളാഹു ആദരണീയമാക്കിയ ഒരു ജീവൻ എടുക്കാൻ ആർക്കും അധികാരമില്ലാതെ അള്ളാഹു നിഷേധിച്ചിരിക്കുന്നു, നിരോധിച്ചിരിക്കുന്നു. ജീവൻ വിലപ്പെട്ടതാണ് എന്ന പ്രഖ്യാപനം എല്ലാ ഭേദങ്ങൾക്കും അതീതമായ പ്രഖ്യാപനമാണ്. മനുഷ്യൻ്റെ ജീവൻ ആരെയാണ് അള്ളാഹു ആദരിച്ചിരിക്കുന്നത്? വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ മക്കളെ ആദരിച്ചിരിക്കുന്നു. ആ മനുഷ്യരിൽ ആരൊക്കെ പെടും? കറുത്തവൻ പെടും, വെളുത്തവൻ പെടും, മതമുള്ളവൻ പെടും, മതമില്ലാത്തവൻ പെടും, സ്ത്രീ പെടും, പുരുഷൻ പെടും, കുട്ടികൾ പെടും, എല്ലാവരും പെടും. ഇതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അത് നീതിക്കെതിരാണ്, വേദങ്ങളുടെ ഈ പ്രഖ്യാപനത്തിനെതിരാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പൗരത്വ ബില്ലിനെ എതിർക്കുന്നത്? അതൊന്നുമല്ല, നിശ്ചിത രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന മുസ്ലിം അല്ലാത്ത വിഭാഗങ്ങൾ എന്ന് പറയുന്ന ആ പ്രയോഗത്തിലാണ് നമ്മുടെ പ്രശ്നം. മുസ്ലിം അല്ലാത്ത വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നു. ഇവിടെ മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം കടുത്ത വിവേചനത്തിന് ഇരയാക്കപ്പെടുന്നു. അത് ഇവിടുത്തെ നിലവിലുള്ള മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണോ അല്ലേ എന്നുള്ളതൊന്നും അല്ല ചർച്ച, മറിച്ച് മനുഷ്യൻ എന്ന ഏകകത്തെ വെട്ടിമുറിക്കുന്ന പ്രയോഗം അതിലുണ്ടായി എന്നുള്ളതാണ്. ഇതുപോലെ എവിടെയൊക്കെ മനുഷ്യനെ ഭേദകൽപ്പനകളാൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ടോ അത് കടുത്ത വിവേചനമാണ്. ഈ മുല്ലാ ശരീഅത്തിൽ അത്തരത്തിലുള്ള കടുത്ത വിവേചനങ്ങളുണ്ട്. ഞാനത് ഇപ്പോൾ പൂർണ്ണമായി പറയുന്നില്ല, കാരണം ഒരു കലുഷമായ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ എറിഞ്ഞു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് മതപരമായ വിവേചനങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ മുല്ലാ ശരീഅത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. കൊലപാതകത്തിൽ വരെ ഇത് കൃത്യമായി പഠിക്കേണ്ടതാണ്. അള്ളാഹു ആദരിച്ചത് മനുഷ്യനെയാണ്. ആ മനുഷ്യൻ ഏത് ആദർശത്തിൽ വിശ്വസിക്കുന്നു, ഏത് മതത്തിൽ വിശ്വസിക്കുന്നു, ഏത് നിറത്തിലാണ്, ഏത് ഭാഷ സംസാരിക്കുന്നു എന്നതൊന്നും അള്ളാഹ്ക്ക് പ്രശ്നമല്ല. മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു. ഈ ആദരവ് പക്ഷേ മുല്ലാ ശരീഅത്ത് മനുഷ്യർക്ക് നൽകുന്നില്ല. ഈ മുല്ലമാരെഴുതിയുണ്ടാക്കിയ ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ മതത്തിനപ്പുറത്തുള്ള ആളുകളെ, തങ്ങളുടെ മതത്തിനപ്പുറത്തുള്ള ആളുകളെ ആദരണീയരായിട്ട് കരുതുന്നേയില്ല. വളരെ മോശപ്പെട്ട പ്രയോഗങ്ങളാണ് അവിടെയൊക്കെ നടത്തിയിട്ടുള്ളത്. ഇത് ചർച്ച ചെയ്യപ്പെടണം, തീർച്ചയായും പഠിക്കേണ്ടതുണ്ട്. മതത്തിനകത്ത് നിന്ന് ഇത്തരത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധ, മൂല്യവിരുദ്ധ ശരിയാ നിയമങ്ങൾക്കെതിരെ മതത്തിനകത്ത് നിന്ന് ശബ്ദമുയരണം. ചെറുപ്പക്കാർ രംഗത്ത് വരണം, മൂല്യബോധമുള്ളവർ രംഗത്ത് വരണം. ഈ മുല്ലമാരെ കൊണ്ടിത് മാറ്റിക്കണം. എങ്കിലേ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇസ്ലാമിനെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.